ചെയ്യേണ്ടത് ഈ പഠിച്ച സാധനങ്ങൾ പിന്നെയും കാണുക എന്നുള്ളതാണ്. ഒന്നുമില്ല, ഞാൻ പറഞ്ഞത് ഒരു ഈ പറയുന്ന ഇത്രയും ഏൻഷ്യൻ ഇന്ത്യയിലും മിഡീവൽ ഇന്ത്യയിലൊക്കെ പറയുന്ന ഇത്രയും ബുക്സ് ആൻഡ് ഓതേഴ്സും ഈ പറയുന്ന ഭക്തി സൂഫി മൂവ്മെന്റിലെ ഈ സാധനങ്ങളൊക്കെയും എല്ലാ പോയിന്റും കാണാതെ പഠിച്ചിട്ടല്ല ആരും പ്രിലിംസ് സോൾവ് ചെയ്യുന്നത്. ഇത് പല പ്രാവശ്യം കണ്ട് നമുക്ക് മനസ്സിൽ പതിയും എങ്ങനെയാണ് ഈ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് തെറ്റാണോ ശരിയാണോ എന്നുള്ളത്. ഓക്കെ, ഇപ്പോൾ കാളിദാസനെ ഒരു പർട്ടിക്കുലർ ബുക്കുമായിട്ട് ഇപ്പോൾ മേഘസന്ദേശവുമായിട്ട് നമ്മൾ പല പ്രാവശ്യം നമ്മൾ വായിച്ചു. കാളിദാസൻ മേഘസന്ദേശം, രഘുവംശം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പല ഇവര് പറയാണ് വേറൊരു ഓതറിന്റെ പേര് തന്നിട്ട് അത് രഘുവംശം പെട്ടെന്ന് നമുക്ക് ഫസ്റ്റ് തോട്ട് ഇത് തെറ്റാൻ പറ്റും. ഫസ്റ്റ് തോട്ട്, കാരണം അത്രയും പ്രാവശ്യം ഇത് കണ്ടു. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഫസ്റ്റ് തവണ റീഡ് ചെയ്യുമ്പോഴേ ഇത്രയും സമയം എടുക്കുന്നുള്ളൂ, രണ്ടാമത്തെ തവണ റീഡിങ്ങിന് പകുതി സമയം എടുക്കുന്നുള്ളൂ. അപ്പോൾ കൂടുതൽ സമയം വായിക്കാൻ പറ്റുന്നുണ്ട്. നമുക്ക് പല പ്രാവശ്യം വായിച്ചു നോക്കി, കണ്ടതാണുള്ളൂ അങ്ങനെ തന്നെ നമ്മൾ വായിച്ചു പോകും, പെട്ടെന്ന് വായിച്ചു പോകും. അപ്പൊ ഒരു സാധനം തന്നെ 10 വട്ടം കാണുമ്പോൾ ഇപ്പൊ രമ്യ രാവിലെ പറഞ്ഞില്ലേ ഈ പഠിച്ചു തന്നെ പിന്നെ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് തന്നെയാണ് ചെയ്യേണ്ടത്. ഇനി ഇവിടെ നിന്നാണ് നമ്മൾ ടെസ്റ്റിലേക്ക് വരുന്നത്. എന്തിന് നമ്മൾ മോക്ക് ടെസ്റ്റിന്റെ മാർക്കിനെ പേടിക്കണ്ട എന്ന് പറയുന്നത്. മീനുവിന് കഴിച്ച കറണ്ട് അഫയറിന്റെ ടെസ്റ്റിന്റെ എങ്ങനെയാണ് അനാലിസിസ് എന്ന് പറഞ്ഞാൽ എത്ര ക്വസ്റ്റ്യൻ ചെയ്തു? 70 ചെയ്തു. 30 ശരിയായി. അതിൽ ഫസ്റ്റ് റൗണ്ടിന്റെ സെക്കൻഡ് റൗണ്ടിന്റെ എന്താ പറഞ്ഞത്? ഫസ്റ്റ് റൗണ്ട് 45 ചെയ്തു. ഫസ്റ്റ് റൗണ്ടിൽ 45 ചെയ്തിൽ എത്ര ശരിയായി? അതിലാണ് 30 ശരിയായി. അതിൽ 30 ശരിയായി. ബാക്കിയെല്ലാം ഈ കറണ്ട് അഫയറിന്റെ ടെസ്റ്റ് മീനു ചെയ്യാനുണ്ടായ സാഹചര്യം കൂടെ ഒന്ന് ആലോചിക്കണം. അതായത് മീനു എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞത് ഒരു ഇത്രയും ദിവസം ഗ്യാപ്പ് വന്നു സാർ, പറയുന്ന ഫാമിലി ഫംഗ്ഷൻസ് ഒക്കെ ആയിട്ട്. അപ്പം ട്രാക്കിൽ കയറാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഇപ്പൊ എന്ത് പഠിക്കണം എങ്ങനെ തുടങ്ങണമെന്ന് അറിയുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ ഞാൻ മീനുവിനോട് പറഞ്ഞു. അപ്പൊ മീനു പറഞ്ഞു അടുത്ത ടെസ്റ്റ് ഏതാന്ന് ചോദിച്ചു. പറഞ്ഞു കറണ്ട് അഫയറിന്റെ ടെസ്റ്റ് ആണ്. ഞാൻ പറഞ്ഞു കറണ്ട് അഫയറിന്റെ ടെസ്റ്റ് തൽക്കാലം അവിടെ നിൽക്കാം. പിന്നെ ഞാൻ ഈ പറയുന്ന സ്ട്രാറ്റജി മീനുവിനോട് മാത്രം പറഞ്ഞ സ്ട്രാറ്റജിയാണ്. വേറൊരാളൊന്നും ഞാൻ ഈ സ്ട്രാറ്റജി അല്ല പറയാം. കാരണം അയാൾ പഠിക്കുന്ന വേറെ എന്തോ ആണ്. മേ ബി അയാൾ ഇപ്പൊ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന സ്റ്റുഡന്റ് ആയിരിക്കും. അയാളോട് എനിക്കിങ്ങനെ പറയാൻ പറ്റില്ല അടുത്ത ടെസ്റ്റ് നിങ്ങൾ അറ്റൻഡ് ചെയ്യാന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഓരോ സ്റ്റുഡന്റിനും ഓരോ സ്ട്രാറ്റജിയാണ്. അപ്പൊ നിങ്ങളൊരു മെന്ററിന്റെ അടുത്ത് സംസാരിക്കുമ്പോൾ നിങ്ങളോട് പറഞ്ഞ ഒരു സ്ട്രാറ്റജി വേറൊരാളോട് പറഞ്ഞാൽ അയാൾക്ക് വർക്കാവില്ല. അയാൾ അത് ചിലപ്പം വർക്ക് ചെയ്യാൻ ശ്രമിച്ചാൽ അയാൾക്ക് അത് നടക്കില്ല. കാരണം ഒരു ഫുൾ ക്ലാസ് കഴിഞ്ഞിട്ടില്ലാത്ത ഒരാളെ സംബന്ധിച്ച് അയാൾ ഒരു തവണ ഫുള്ളായിട്ട് പഠിച്ച് പ്രിലിംസ് എഴുതിയ ഒരാളുടെ സ്ട്രാറ്റജി ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ സ്ട്രാറ്റജി എപ്പോഴും പേഴ്സണലൈസ്ഡ് ആണ്. അപ്പം നമ്മളിപ്പോൾ ഈ പറയുന്നത് വേറൊരാള് കാണുമ്പോൾ അല്ലെങ്കിൽ അയാള് ഇതേ സ്ട്രാറ്റജി എടുക്കാനല്ല നോക്കുന്നത്. അയാളുടെ മെന്ററെ കണ്ടിട്ട് അയാളുടെ പേഴ്സണൽ സ്ട്രാറ്റജി ഇത് ചെയ്യുന്നുള്ളതാണ്. ഇപ്പൊ മീനുവിനെ സംബന്ധിച്ച് മീനു പറഞ്ഞു അടുത്ത കറണ്ട് അഫയർ ആണ്, കറണ്ട് അഫയറിന്റെ ടെസ്റ്റിന് ഒരു കോൺഫിഡൻസും ഇല്ല സാർ, അത് എഴുതണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞത് അത് എഴുതണ്ട, ഒരു കാര്യം ചെയ്യും, അത് കഴിഞ്ഞിട്ടുള്ള ടെസ്റ്റ് ഹിസ്റ്ററി ആണെന്ന് പറഞ്ഞു. അപ്പൊ 2 ആഴ്ച സമയമുണ്ട്. അപ്പോൾ ഹിസ്റ്ററിയുടെ ഇത്രയും പോർഷൻ ഒന്ന് വായിച്ചിട്ട് വരാൻ ഞാൻ പറഞ്ഞു. അപ്പൊ മീനു അത് വായിച്ചിട്ട് വന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ട് അപ്പൊ ഏൻഷ്യന്റ് കഴിഞ്ഞ് പിന്നെ മിഡീവലിന്റെ പഠിച്ചു തുടങ്ങി അല്ലെ. അപ്പൊ ഏൻഷ്യന്റ് ഒരു തവണ വായിച്ചു കഴിഞ്ഞ ഒരാൾക്ക് ഇനി ഏൻഷ്യന്റ് വായിക്കാൻ അത്രയും സമയം ആവശ്യമില്ല. അപ്പൊ ഇനി രണ്ടാമത്തെ തവണ ഒരു വായിക്കുന്നതിന്റെ അത്രയും ആവശ്യമില്ല മൂന്നാമത്തെ തവണ വായിക്കാനായിട്ട്. ഇതൊന്നും പഠിക്കാനല്ല ഞാൻ പറഞ്ഞത്, വായിക്കാനാണ് പറഞ്ഞത്. റെപ്പിറ്റേറ്റീവ് റീഡിംഗ് ആണ്. നമ്മൾ എത്ര തവണ വായിക്കുന്നു അത്രയും തവണ സ്പീഡ് കൂടും, വായനയുടെ സ്പീഡ് കൂടും. കാരണം ഇത് ഞാൻ കണ്ട ഇതെനിക്കറിയാം ഇങ്ങനെയാണ് പോവാ. ഇതൊന്നും കാണാതെ ഓർത്തിരിക്കേണ്ട ആവശ്യമില്ല. സ്റ്റേറ്റ്മെന്റ് ഓൾറെഡി ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് എന്താണ് അപ്പൊ അങ്ങനെ പോയിട്ട് കറണ്ട് അഫയറിന് എന്നിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചു. സാർ പറഞ്ഞ പോർഷൻ കംപ്ലീറ്റ് ചെയ്തു സാർ, ഞാൻ കറണ്ട് അഫയറിന് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യട്ടെ എന്ന് ചോദിച്ചു. സഡൻലി കറണ്ട് അഫയറിന് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് വന്നു. അതായത് ട്രാക്കിൽ കയറി, പഠിത്തം ട്രാക്കിൽ കയറി. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. അപ്പം നമ്മളൊരു 2 സബ്ജക്റ്റിൽ നമ്മൾ കോൺഫിഡൻസ് ആകുന്ന സമയത്ത് ബാക്കിയുള്ള സബ്ജക്റ്റ് പഠിക്കാനുള്ള ഒരു ആവേശം തന്നെ വരും. നമ്മൾ ഈ കരക്കിരുന്ന് മീൻ പിടിക്കരുത്. മീൻ പിടിക്കണമെങ്കിൽ കപ്പലിലോ ബോട്ടിലോ കയറി അതിൽ പോകണം. എന്ന് വെച്ചാൽ ഡു ആക്ഷൻ എന്നുള്ളതാണ്. വെറുതെ സ്വപ്നം കണ്ടുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. പ്രതീക്ഷ മാത്രം കൊണ്ട് ഒരു കാര്യം നടക്കില്ല. പണിയെടുക്കണം, നല്ല പണിയെടുക്കണം. പണിയെടുക്കാൻ ഇങ്ങനെ അതിനാണ് നിങ്ങൾ ഈ മെന്റേഴ്സിന്റെ ഹെൽപ്പ് എന്ന് പറയുന്നത്. അതിനാണ് നിങ്ങൾക്ക് മെന്റേഴ്സിന് വന്നിട്ട് എല്ലാ ദിവസവും നിങ്ങൾ അടുത്തിരുത്തി പഠിപ്പിക്കുക എന്നുള്ളതല്ല. എങ്ങനെ പഠിക്കണമെന്ന് പറഞ്ഞു കൊടുത്താൽ മതി. ഇത്ര സാധനം പഠിക്കും. ഞാൻ നിങ്ങളോട് പറയുകയാണ്, ഈ ആക്ടുകൾ ഇപ്പൊ നിങ്ങൾ ഫസ്റ്റ് റീഡിങ്ങിൽ വായിക്കണ്ട. അപ്പൊ എത്ര ലാഭം കിട്ടി സമയത്തിന്റെ, നിങ്ങൾക്ക് എന്തൊരു ഈസിയാണ്. കാരണം ഇത്രയും ആക്ടുകൾ പഠിക്കേണ്ടെന്നാണ് സാർ പറഞ്ഞത്. അത് പഠിക്കാൻ പിന്നീട് രണ്ടാമത്തെ റീഡിങ്ങിന്റെ സമയത്ത് ഈ 3 പോയിന്റ് മാത്രം എഴുതി വെച്ചിട്ട് അത് മാത്രം പിന്നെ പഠിച്ചാൽ മതി എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ ഒരു സ്ട്രാറ്റജി പറഞ്ഞു തരുന്നതിനാണ് മെന്റർ. അപ്പോൾ ഈ രീതിയിൽ മീനു ഇപ്പൊ എന്നിട്ട് കറണ്ട് അഫയറിന്റെ ടെസ്റ്റ് അറ്റൻഡ് ചെയ്തു. കറണ്ട് അഫയറിന്റെ ടെസ്റ്റ് അറ്റൻഡ് ചെയ്തിട്ട് ഫസ്റ്റ് റൗണ്ടിൽ മീനുവിന് എന്താണ് ഈ 45 ടെസ്റ്റ് ചെയ്തതിൻ്റെ അകത്ത് 45 ക്വസ്റ്റ്യൻ ചെയ്തതിൻ്റെ അകത്ത് 30 ക്വസ്റ്റ്യൻ ആണ് ശരിയായത്. ഇനി ഞാൻ പറയുന്നു, കറണ്ട് അഫയറിന്റെ ക്വസ്റ്റ്യൻസ് മാക്സിമം ഒരു 3-4 ക്വസ്റ്റ്യൻ ആണ് UPSCക്ക് വരിക. നിങ്ങളൊരു ടെസ്റ്റ് ചെയ്യുമ്പോൾ 100 ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾ കറണ്ട് അഫയറിൽ ചെയ്യുക. അതിന് വെറും 3-4 ക്വസ്റ്റ്യൻ ആണ് ഇതിന് വരിക. അപ്പോൾ ഈ 100 ക്വസ്റ്റ്യൻ
ചെയ്തതിൽ നിങ്ങൾക്ക് 30 ക്വസ്റ്റ്യനെ ശരിയായുള്ളെങ്കിലും കുഴപ്പമില്ല. ഈ ടെസ്റ്റുകളുടെ എണ്ണം ഇനിയും കൂട്ടുക എന്നുള്ളതാണ്. മൾട്ടിപ്പിൾ ടൈംസ് ഇടയ്ക്കിടയ്ക്കായിട്ട് കറണ്ട് അഫെയറിന്റെ ടെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ കറണ്ട് അഫെയറിന്റെ ടെസ്റ്റ് നിങ്ങൾ ഇന്ന് തൊട്ട് പ്രിലിംസ് വരെയുള്ള സമയത്തിനിടയ്ക്ക് ഒരു 10 കറണ്ട് അഫെയറിന്റെ ടെസ്റ്റ് ചെയ്ത് വിചാരിക്കും. 10 കറണ്ട് അഫെയറിന്റെ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ 1000 ക്വസ്റ്റ്യൻ. 1000 ക്വസ്റ്റ്യനിലും ഓരോ ക്വസ്റ്റ്യനും 2-3 സ്റ്റേറ്റ്മെന്റ് വീതം, ചില ക്വസ്റ്റ്യൻ 1 വേർഡ് ക്വസ്റ്റ്യൻ അങ്ങനെ ഉണ്ടാവും. ഈ 1000 ക്വസ്റ്റ്യൻ കണ്ടിട്ട് പോയ ഒരാളെ സംബന്ധിച്ച് ഈ 1000 ഈ ക്വസ്റ്റ്യൻ, അതായത് 10 ടെസ്റ്റിൽ 8 ടെസ്റ്റിനും ഈ പറയുന്ന പോലെ 30-35 ക്വസ്റ്റ്യൻ ശരിയായുള്ളൂ എന്ന് വിചാരിച്ചു. പക്ഷേ ഇത്രയും സൊല്യൂഷൻ നമ്മൾ കണ്ടിട്ടാണ് പോയത്. നിങ്ങൾക്ക് ആ 4 ക്വസ്റ്റ്യൻ ഉറപ്പായിട്ട് കിട്ടും. മനസ്സിലായി? മോക്ക് ടെസ്റ്റിന്റെ മാർക്ക് നോക്കണ്ട. മോക്ക് ടെസ്റ്റ് നമ്മൾ പഠിക്കുന്നത്, നമ്മൾ ചെയ്യുന്നത് നമ്മളുടെ പഠിത്തം എന്താണ്, ലൈക്ക് നമ്മുടെ പഠിത്തത്തിന് ഒരു ഓർഡർ കൊടുക്കുന്നത്. ഇപ്പൊ വെച്ചാൽ ഒരു നമ്മൾ വെറുതെ പഠിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചു ഒരു ഫുൾഫിൽമെന്റ് ഇല്ല. നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോഴാണ് നമ്മളിപ്പോൾ എവിടെ നിൽക്കുന്നു, കൂടുതൽ ഈ സാധനം വായിക്കണം, ഒരു ഏരിയയിൽ ക്ലാരിറ്റി കൂടുതൽ വരുത്തണമെന്ന് അറിയാൻ വേണ്ടിയാണ് മോക്ക് ടെസ്റ്റ് ചെയ്യുന്നത്. അതൊന്ന്. രണ്ടാമത്തെ കാര്യം, 2 മണിക്കൂറിന്റെ ഇടയ്ക്ക് 100 ക്വസ്റ്റ്യൻ പ്രോസസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ള ഒരു സാധനം. കാരണം UPSC പോകുമ്പോൾ ഈ മോക്ക് ടെസ്റ്റിൽ നിന്ന് ക്വസ്റ്റ്യൻ അല്ല, UPSC വേറെ സെറ്റ് ഓഫ് കോമൺ സെൻസ് വെച്ചിട്ട് ഒക്കെ ചെയ്യാൻ പറ്റുന്ന, നമ്മൾ ഈ ടെസ്റ്റ് ചെയ്തതും നമ്മൾ ഈ ബേസിക്സ് ഒക്കെ പഠിച്ചതുമായിട്ടുള്ള സാധനങ്ങളൊക്കെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഉള്ളത് വെച്ചിട്ട് നമുക്കൊരു പ്രസൻസ് ഓഫ് മൈൻഡ് വെച്ച് സോൾവ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ് UPSC. അപ്പൊ ഇത്രയും ടെസ്റ്റ് ചെയ്ത് പ്രാക്ടീസ് ഉള്ള ഒരാളെ സംബന്ധിച്ച് ഈ UPSCയുടെ ക്വസ്റ്റ്യനിലെ 4 സ്റ്റേറ്റ്മെന്റിൽ 2 സ്റ്റേറ്റ്മെന്റ് ഈസി ആയിട്ട് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കറണ്ട് അഫെയറിന്റെ 1000 ക്വസ്റ്റ്യൻസ് കണ്ടത്. അപ്പം ഈ ഒരു 1000 ക്വസ്റ്റ്യൻ കണ്ട ഒരാൾക്ക് അതിൽ നിന്ന് ഉറപ്പായിട്ടും ഈ 2-3 ക്വസ്റ്റ്യൻസ് നമുക്ക് കിട്ടും കറണ്ട് അഫെയറിന് വേണ്ടി. അപ്പൊ പിന്നെ നമ്മൾ എന്തിനാണ് 100 ക്വസ്റ്റ്യൻ ശരിയാവണമെന്ന് വാശി പിടിക്കുന്നത്? മാർക്ക് മോക്ക് ടെസ്റ്റിന് നോക്കുകയോ വേണ്ട. ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ മോക്ക് ടെസ്റ്റിൽ കണ്ടത് ഡയറക്റ്റ്ലി ചോദിക്കാൻ പോകില്ല. പക്ഷെ മോക്ക് ടെസ്റ്റിൽ എവിടേക്കോ കണ്ട ചില സ്റ്റേറ്റ്മെന്റിന്റെ ഒരു ടച്ച് UPSCയുടെ ഏതൊക്കെയോ സ്റ്റേറ്റ്മെന്റിൽ കാണും. അപ്പൊ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും, ഇത് നമ്മൾ കണ്ടിട്ടുണ്ട് എന്നുള്ള സംഭവം. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് ആ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ പറ്റും. ഇനി ടെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും പറയാറുണ്ട്, ഒരു പ്രിലിംസിന് മുമ്പ് ഏകദേശം ഒരു ആവറേജ് ഒരു 100 ടെസ്റ്റ് ചെയ്തിട്ട് പോകണം. ഇത് എന്തുകൊണ്ട് ആർക്കും പറ്റാത്തതെന്ന് അറിയാം. ഒരു ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇതിന്റെ 100 ക്വസ്റ്റ്യന്റെയും 100 സൊല്യൂഷനും വായിക്കാൻ പോകും. 100 സൊല്യൂഷൻ വായിക്കാൻ പോകുമ്പോൾ അന്നത്തെ ദിവസം ഒരു പണിയും നടക്കില്ല. മനസ്സിലായോ? 3 മണിക്കൂറുകൾ പോലും 100 ക്വസ്റ്റ്യൻ വായിച്ചു തീർക്കാൻ പറ്റത്തില്ല. 100 ക്വസ്റ്റ്യൻ സൊല്യൂഷൻ. കാരണം ഒരു ക്വസ്റ്റ്യൻ സൊല്യൂഷൻ തന്നെ ഒരു ഇത്രയും 1/2 പേജോളം ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, ഞാൻ പറയുന്നു, ആദ്യം ഒരു രീതിയിൽ പറഞ്ഞാൽ വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം, നമ്മൾ തെറ്റിപ്പോയതും സ്കിപ്പ് ചെയ്തതും മാത്രം ക്വസ്റ്റ്യൻ നോക്കാം. പക്ഷേ 100 ക്വസ്റ്റ്യനിൽ 30 ക്വസ്റ്റ്യൻ മാത്രം ശരിയായ ഒരാളെ സംബന്ധിച്ച് അപ്പോഴും 70 ക്വസ്റ്റ്യന്റെ സൊല്യൂഷൻ നോക്കാനുണ്ട്. അപ്പോഴും അതൊരു 5-6 മണിക്കൂറിന്റെ വർക്കാണ്. നോക്കി തീരില്ല. കാരണം നമ്മളിങ്ങനെ ഓരോ ലൈനും വായിച്ചാണ് പോകുന്നത്. നമുക്ക് ഒരു കാര്യം അറിയാം, മോക്ക് ടെസ്റ്റിലെ ക്വസ്റ്റ്യൻസ് അസച്ച് ചോദിക്കാൻ പോകുന്നില്ല. പിന്നെ കൂടുതൽ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് കൂടുതൽ ക്വസ്റ്റ്യൻസ് നമ്മൾ കാണും. ഒരേ ഏരിയയിൽ നിന്നും പല രീതിയിൽ ക്വസ്റ്റ്യൻ കാണും. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന്, ഇപ്പോൾ ഗ്രീൻ ഹൈഡ്രജൻ മിഷൻ എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ഒരു പർട്ടിക്കുലർ ടെസ്റ്റിൽ കാണാം. അതിന്റെ സൊല്യൂഷൻ നിങ്ങൾ വായിച്ചു. പക്ഷേ പ്രിലിംസിന് ഗ്രീൻ ഹൈഡ്രജൻ മിഷന്റെ ക്വസ്റ്റ്യൻ വരുന്നത് നമ്മൾ വായിച്ച ആ ആംഗിളിലായിരിക്കില്ല, അതിന്റെ വേറെ എന്തെങ്കിലും പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ആയിരിക്കും. ഈ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ നമുക്ക് കിട്ടണമെങ്കിൽ ഈ ടെസ്റ്റ് മാത്രം വായിച്ച് ചെയ്തിട്ട് പോയ ആളെ സംബന്ധിച്ച് ഗ്രീൻ ഹൈഡ്രജൻ മിഷന്റെ ക്വസ്റ്റ്യൻ കണ്ടു, ആ സൊല്യൂഷൻ അറിയാം. പക്ഷെ പ്രിലിംസിൽ UPSC ചോദിക്കുന്നതിന്റെ അകത്ത് ഈ വായിച്ച സാധനങ്ങൾ ഉണ്ടാവണമെന്നില്ല. അപ്പൊ അതിനെന്ത് ചെയ്യണം? ഗ്രീൻ ഹൈഡ്രജൻ മിഷനെ കുറിച്ച് 10 ടെസ്റ്റിൽ 10 ആംഗിളിലുള്ള ക്വസ്റ്റ്യൻ കണ്ടിട്ട് വേണം. അതിൽ കൂടുതൽ ഒരു ആംഗിൾ അതിന് ചോദിക്കാൻ പറ്റില്ല. മനസ്സിലായി? 1000 ക്വസ്റ്റ്യനുള്ളിൽ ഒരു വർഷം സംഭവിച്ച കറണ്ട് അഫെയർ ഒക്കെ പല ആംഗിളിൽ നിന്നായിരിക്കും പലരാണുള്ള ക്വസ്റ്റ്യൻ ഇടുന്നത്. അവരതിന്റെ പല വശങ്ങളായിരിക്കും, ഒരേ സ്കീമിന്റെ തന്നെ പല വശങ്ങളായിരിക്കും ഇടുന്നത്. അപ്പം അതെല്ലാം ഒന്ന് കണ്ടിട്ട് പോകാൻ വേണ്ടിയാണ് നമ്മൾ പല ടെസ്റ്റ് ചെയ്യണമെന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പറയുന്നു, നമ്മൾ ഫസ്റ്റ് തവണ ചെയ്യുന്ന സമയത്ത് ഒരു ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരു 45 മിനിറ്റിൽ കൂടുതൽ ഞാൻ ആ സൊല്യൂഷൻ നോക്കുന്നില്ല എന്നാണ് തീരുമാനിച്ചത്. നമുക്കറിയാം 45 മിനിറ്റും കൊണ്ട് വളരെ കുറച്ച് ക്വസ്റ്റ്യൻ കണ്ടുപോകാൻ പറ്റുള്ളൂ. വളരെ കുറച്ച് ക്വസ്റ്റ്യൻ, അതായത് അതർവൈസ് 6 മണിക്കൂർ എടുക്കുന്ന ഒരു സാധനമാണിത്. അതാണ് 45 മിനിറ്റിലേക്ക് ചുരുക്കുന്നത്. ഇത് നമ്മൾ പിന്നെ നോക്കില്ലെന്നല്ല, നമുക്ക് അന്നത്തെ ദിവസം വേറെയും കുറെ അജണ്ടയുണ്ട്, വേറെയും കുറെ സാധനങ്ങൾ പഠിക്കാനുണ്ട്, ആ ആഴ്ചത്തെ ടെസ്റ്റ് പഠിക്കാനുണ്ട്. പക്ഷെ നമ്മൾ തീരുമാനിക്കുകയാണ് 45 അല്ലെങ്കിൽ 1 മണിക്കൂർ എന്ന് വിചാരിക്കുക. 1 മണിക്കൂർ ഞാൻ ഈ ടെസ്റ്റിന്റെ സൊല്യൂഷൻ 2 മണിക്കൂർ ടെസ്റ്റ് ചെയ്തു, 1 മണിക്കൂർ സൊല്യൂഷൻ നോക്കാൻ തീരുമാനിച്ചു. ആ നോക്കുന്നത് നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ സർക്കിൾ ചെയ്ത് പോകണം, ഏത് ക്വസ്റ്റ്യൻ ആണ് എനിക്ക് ഈ സൊല്യൂഷന്റെ സമയത്ത് നോക്കേണ്ടതെന്നുള്ളത്. അങ്ങനെ 1 മണിക്കൂറിൽ നോക്കി തീരുന്ന നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് മാത്രം നോക്കി തീരാം. എന്നിട്ട് ഈ ആ ടെസ്റ്റിന്റെ ഒരു പേപ്പർ എഴുതിയിട്ട് അല്ലെങ്കിൽ ലാപ്ടോപ്പിൽ നമ്മൾ എഴുതണം, ഓക്കെ, ഇന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഇന്ന ടെസ്റ്റാണ് ഞാൻ ചെയ്തത്, ഇത്രാമത്തെ ടെസ്റ്റാണ്, ഇന്ന സബ്ജക്റ്റിന്റെ ടെസ്റ്റാണ് ഞാൻ ചെയ്തതെന്നുള്ളത് എഴുതി വെക്കാം. അതിന് കിട്ടിയ മാർക്കും ആ സാധനങ്ങൾ എഴുതി വെക്കാം. നമ്മൾ ഒരു 50 ടെസ്റ്റ് സോൾവ് ചെയ്ത ശേഷം
നമ്മൾ എന്ത് ചെയ്യും, ഈ ടെസ്റ്റിലേക്ക് തിരിച്ചു വരും. ഈ ടെസ്റ്റിലേക്ക് തിരിച്ചു വന്നിട്ട് അപ്പം നമ്മൾ ഈ 50 ടെസ്റ്റിലൂടെ ആദ്യത്തെ ടെസ്റ്റിന് തെറ്റിപ്പോയതും വിട്ടുപോയതും സ്കിപ്പ് ചെയ്തതുമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ പല പല ടെസ്റ്റിലായിട്ട് കണ്ടിട്ടുണ്ടായിരിക്കും. പിന്നീട് ഈ ടെസ്റ്റിലേക്ക് വരുമ്പോൾ ഈ സൊല്യൂഷൻ വായിക്കാൻ എളുപ്പം കിട്ടും. മനസ്സിലായി? ഈ ഇതേ ക്വസ്റ്റ്യൻ നമ്മൾ ഇപ്പൊ എല്ലാ ടെസ്റ്റ് കഴിയുമ്പോഴും 1 മണിക്കൂർ നോക്കുന്നുണ്ടല്ലോ. ആദ്യത്തെ ടെസ്റ്റ് നമ്മൾ ചെയ്തപ്പോൾ 1 മണിക്കൂറിൽ കാണാതെ പോയ ക്വസ്റ്റിന്റെ സൊല്യൂഷൻ ആയിരിക്കും ചിലപ്പോൾ രണ്ടാമത്തെ ടെസ്റ്റിന്റെ 1 മണിക്കൂറിൽ നമ്മൾ കാണുന്നത്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ നമ്മൾ വിട്ട ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ പല ടെസ്റ്റിലായിട്ട് കാണും. എന്നിട്ട് എന്ത് ചെയ്യും, നമ്മൾ ഈ 50 ടെസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു സിഗ്നിഫിക്കന്റ് നമ്പറാണ്. മനസ്സിലായി? നോർമലി ഒരു വർഷം കൊണ്ട് ഒരാൾ ചെയ്തിട്ട് പോകുന്ന ഏതൊരു ഇൻസ്റ്റിറ്റ്യൂട്ടും ഒരു 30-33 ടെസ്റ്റാണ് ചെയ്യുന്നത്. മനസ്സിലായി? ഒരു പ്രിലിംസിന് വേണ്ടിയിട്ട് ചെയ്യുന്നത്. നമ്മൾ 50 ടെസ്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ പ്രിലിംസിനെ എത്തേണ്ട ഒരു മൈൽ സ്റ്റോണിലേക്ക് എത്തി. നമുക്ക് 100 വരെ പോകണം. അത് നമ്മൾ ഉറപ്പായിട്ടും പാസ്സാവുന്നുള്ള ഒരു മൈൽ സ്റ്റോൺ അച്ചീവ് ചെയ്യാനാണ് 100 വരെ പോകുന്നത്. ഒരു ആവറേജ് നോക്കുകയാണെങ്കിൽ 50 വരെ പോയാൽ മതി, 50 ടെസ്റ്റ് ചെയ്താൽ മതി. പക്ഷേ നമ്മളുടെ വിജയം ഉറപ്പാക്കുന്നതിന് വേണ്ടി നമ്മൾ 100ലേക്ക് പോകുന്നത്. അപ്പൊ നമ്മൾ എന്താ വെച്ചാൽ 50 ടെസ്റ്റ് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ ആദ്യത്തെ ഒരു 10 ടെസ്റ്റ് നമ്മളുടെ സൊല്യൂഷൻ നമ്മൾ വായിച്ചു പോകും. മേ ബി എല്ലാ ടെസ്റ്റിനും ഒരു 50 ക്വസ്റ്റ്യൻ ചെയ്താൽ സൊല്യൂഷൻ നമ്മൾ വായിച്ചു പോകും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, പിന്നെ 51ാമത്തെ ടെസ്റ്റിലേക്ക് നമ്മൾ കടക്കും. അപ്പോൾ മുഴുവൻ സൊല്യൂഷൻ നമ്മൾ വായിക്കുന്നില്ല. അപ്പോഴും ഒരു 50 ക്വസ്റ്റ്യനോ 25 ക്വസ്റ്റ്യനോ വീതമേ ഈ ഫസ്റ്റ് ചെയ്ത 50 ടെസ്റ്റിൽ നമ്മൾ നോക്കി പോകുള്ളൂ. ഈ 50 ടെസ്റ്റ് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 51ാമത്തെ ടെസ്റ്റ് മുതൽ 100 ടെസ്റ്റ് വരെയുള്ള ഒരു യാത്രയാണ്. ഇത് എങ്ങനെ അച്ചീവ് ചെയ്യാം, എങ്ങനെ 50 ടെസ്റ്റ് ചെയ്യാം? എല്ലാ ദിവസവും ഒരു ടെസ്റ്റ് ചെയ്യുന്ന ഒരാൾക്ക് ഇത് സുഖമായിട്ട് അച്ചീവ് ചെയ്യാം. ഇപ്പോൾ ഇന്നലെ ജനുവരി 1, ഫെബ്രുവരി 28 വരെയുള്ള ദിവസം നിങ്ങൾക്ക് എല്ലാ ഞായറാഴ്ചയും ഇവിടെ ഒരു ടെസ്റ്റ് ഉണ്ട്. അപ്പോൾ എല്ലാ ആഴ്ചയും 7 ദിവസം വെച്ചിട്ട് നമ്മൾ ഫെബ്രുവരി 28 വരെ 30, 28, 58 ദിവസം എല്ലാ ദിവസവും ഒരു ടെസ്റ്റ് വെച്ച് തുടങ്ങുന്ന ഒരാളെ സംബന്ധിച്ച് ആദ്യത്തെ ദിവസം ഒരു 2 ആഴ്ചത്തേക്ക് ഓരോ ടെസ്റ്റ് ചെയ്യുന്നതിന് 2 മണിക്കൂർ വീതം സമയം എടുക്കും. പക്ഷേ ഒരു 2 ആഴ്ച കഴിയുമ്പോൾ നമ്മളുടെ പ്രോസസ്സിംഗ് സ്പീഡ് ഓട്ടോമാറ്റിക്കലി കൂടാൻ തുടങ്ങും. ഓരോ ടെസ്റ്റ് ചെയ്യുന്ന ഒരു 1.5 മണിക്കൂറിൽ നമുക്ക് ടെസ്റ്റ് ചെയ്ത് തീർക്കാനായിട്ട് പറ്റും. അങ്ങനെ വരുമ്പോൾ ഒരു ടെസ്റ്റ് ചെയ്യാൻ ഒരു 1.5 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ തന്നെ കൂട്ടിക്കുക, പ്ലസ് ഒരു 1 മണിക്കൂർ അതിന്റെ സൊല്യൂഷൻ നോക്കാൻ എടുക്കുന്നു. ബാക്കി സമയത്ത് നമുക്ക് ആ സബ്ജക്ട് അല്ലെങ്കിൽ ആ വീക്കിൽ ഏതാണ് ടെസ്റ്റ് അതിലേക്ക് നമുക്ക് റിവിഷൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കാം, നമ്മുടെ ഓപ്ഷണൽ പഠിക്കാൻ ഉപയോഗിക്കാം. ഈ സംഭവം ചെയ്യുമ്പോൾ ഫെബ്രുവരി ആവുമ്പോൾ തന്നെ നിങ്ങൾ പ്രിലിംസ് റെഡി ആവും. അതായത് 50 ടെസ്റ്റ് എന്ന് പറയുമ്പോൾ ആലോചിച്ച് നോക്കണം, 5000 ക്വസ്റ്റ്യൻ അല്ലേ, 100 അല്ലേ, 5000 ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞു. നോർമലി 33 ടെസ്റ്റ് ഒക്കെ ചെയ്തിട്ടാണ് ഒരാൾ പോകുന്നത്. എല്ലാ ടെസ്റ്റും കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യുന്ന ഒരാൾ. നോർമലി അത്രയും എല്ലാവരും അറ്റൻഡ് ചെയ്യാറില്ല, പലരും സ്കിപ്പ് ചെയ്യും. അങ്ങനെ ടെസ്റ്റ് ഫെബ്രുവരി 28 ആകുമ്പോൾ തന്നെ നിങ്ങൾ പ്രിലിംസ് റെഡി ആവുന്നു. പിന്നെ നിങ്ങൾക്ക് മെയിൽ ഈ പറയുന്ന എക്സാം വരെയുള്ള ഡേറ്റ് ചില്ല് ചെയ്ത് പഠിച്ചാൽ മതി, സമാധാനമായിട്ട് പഠിച്ചാൽ മതി. അങ്ങനെ ചെയ്യുമ്പോഴുള്ള ഗുണം എന്ന് വെച്ചാൽ ഈ മാർച്ച് ഏപ്രിൽ സമയത്തും നിങ്ങൾക്ക് ഓപ്ഷണൽ ബ്രഷപ്പ് ചെയ്ത് പോകാൻ പറ്റും. അല്ലെങ്കിൽ ഫുൾ ടൈം നിങ്ങൾ പ്രിലിംസിന് കൊടുക്കേണ്ടി വരും. മനസ്സിലായി? അപ്പൊ അതുകൊണ്ട് ചെയ്യേണ്ട കാര്യം എല്ലാ ദിവസവും തുടങ്ങുന്നത് ഒരു ടെസ്റ്റും തുടങ്ങുക. ഓൺലൈനിലൊക്കെ ഇഷ്ടംപോലെ ടെസ്റ്റുകളുണ്ട്. അതെല്ലാം പൊളിറ്റി, എക്കണോമി, ഹിസ്റ്ററി, ജോഗ്രഫി എന്ന് പറഞ്ഞിട്ട് ഫോൾഡറിലാക്കി തിരിച്ചിടുക. ഈ 2024 പുതിയ പാറ്റേണിലുള്ള ടെസ്റ്റുകൾ ഡൗൺലോഡ് ചെയ്തിട്ട് ചെയ്യുക. അപ്പോൾ എല്ലാ ദിവസവും ഇപ്പൊ ഈ ആഴ്ച ഇവിടുത്തെ ടെസ്റ്റ് പൊളിറ്റി ആണെങ്കിൽ ബാക്കിയുള്ള 5 ദിവസവും നമ്മൾ പൊളിറ്റി, 6 ദിവസവും പൊളിറ്റിയുടെ ടെസ്റ്റ് നമ്മൾ ചെയ്യുന്നു. ഓരോ ദിവസവും തുടങ്ങുന്ന ഇതിലാണ്. അപ്പോൾ ഓൾറെഡി നമ്മളൊരു ഇത്രയും നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് കണ്ടിട്ടാണ് വരുന്നത്. അതായത് 100 ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ 100 ഡിഫറെന്റ് ഏരിയാസിൽ നിന്നാണ് വരുന്നത്. മനസ്സിലായോ? അപ്പൊ അല്ലെങ്കിൽ പ്രസിഡന്റിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ പ്രസിഡന്റിനെ പറഞ്ഞ 3 ആംഗിളിൽ അതിൽ ചോദിച്ചിട്ടുണ്ടാവും, 3 ക്വസ്റ്റ്യൻ ഉണ്ടാവും. അങ്ങനെ വരുമ്പോൾ അങ്ങനെയുള്ള ഒരു 5 ടെസ്റ്റ് 6 ടെസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ പോകുന്നത്. നിങ്ങൾ അത് ചെയ്തു നോക്ക്, നിങ്ങൾക്ക് ഒരു സിഗ്നിഫിക്കന്റ് ലെവലിൽ നിങ്ങളുടെ സ്കോർ ഉയർത്താൻ പറ്റും. മനസ്സിലായോ? അത്രയും പൊട്ടൻഷ്യലാണ് ടെസ്റ്റുകൾക്ക് ഉള്ള സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇത് എല്ലാ ദിവസവും ചെയ്യുന്ന ഒരാൾ വേറെ ഒന്നും ഇതിൽ ഡബിൾ മൈൻഡഡ് ആയിട്ട് ഓരോ ചിന്തിക്കാൻ പോകണ്ട. ടെസ്റ്റ് ചെയ്ത 100 ടെസ്റ്റ് ചെയ്തിട്ട് പോയാൽ പ്രിലിംസിന് നിങ്ങളെ പൊട്ടിക്കാൻ പറ്റത്തില്ല. ഇതാരും ചെയ്യുന്നില്ല. കാരണം ഓരോ ടെസ്റ്റ് കഴിഞ്ഞിട്ടും 5-8 മണിക്കൂർ സൊല്യൂഷൻ നോക്കാനിരിക്കുന്നതുകൊണ്ടാണ്. നമ്മളെ തന്നെ റെസ്ട്രിക്ട് ചെയ്യണം. ഈ സൊല്യൂഷനിലേക്ക് ഞാൻ പിന്നെ വന്നോളാം, 1 മണിക്കൂറും കൊണ്ട് നോക്കി തീർക്കാൻ പറ്റുന്ന സൊല്യൂഷനെ ഞാൻ നോക്കി തീർക്കുന്നുള്ളൂ. അങ്ങനെ എല്ലാ ദിവസവും നമ്മൾ ചെയ്യുന്നു. നമ്മൾ 50 ടെസ്റ്റ് കഴിഞ്ഞ് പിന്നെ തിരിച്ചു വന്നിട്ട് ഈ വിട്ടുപോയ കുറെ സൊല്യൂഷൻസ് നോക്കുന്നു. അങ്ങനെ അടുത്ത ഏപ്രിൽ മെയ് വരെയുള്ള സമയത്ത് ബാക്കിയും ഈ പറയുന്ന ഒരു 50 ടെസ്റ്റുകൾ നമുക്ക് എല്ലാ ദിവസവും ചെയ്യുമ്പോൾ ചെയ്ത് തീർക്കാൻ പറ്റും. അതിന് ഇപ്പൊ തുടങ്ങണം. മനസ്സിലായോ? അതായത് ഇന്ന് തൊട്ട് ഓരോ ടെസ്റ്റ് വീതം ചെയ്താലേ ഫെബ്രുവരി 28 ആകുമ്പോൾ 58 ടെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ 2 മാസമുള്ളൂ, മാർച്ച് ഏപ്രിൽ. മെയ് കൂട്ടണ്ട, മെയ് ജസ്റ്റ് ഒരു റിവിഷന് വേണ്ടിയാണ്. ആ സമയത്ത് നമുക്ക് എന്താ പറയാ, ആ സമയത്ത് നമുക്ക് ഒരു റിസ്ക്കും എടുക്കേണ്ടി വരാത്ത നിലയിൽ നമ്മൾ സേഫ് ആയിട്ടുണ്ടാവും. അപ്പോൾ പിന്നെ മാർച്ചും ഏപ്രിലും വരെയുള്ള സമയം കൊണ്ട് അന്ന് 60 ദിവസം, ഈ 60 ദിവസം കൊണ്ട് പിന്നെ ഒരു 50 ടെസ്റ്റ് ചെയ്യും. ആ നിലയിൽ കൂട്ടിയാൽ മതി. ഓക്കെ, മെയിൽ ടെസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു ബോണസ് എന്നുള്ള നിലയിൽ കൂട്ടിയാൽ മതി. അപ്പോൾ നമ്മൾ ഭയങ്കര റിലാക്സ്ഡ് ആയിരിക്കും. ഓക്കെ, ഇത്രയും നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് അതൊരു ഐഡിയലാണ്. ആരും ചെയ്യില്ല 100 ടെസ്റ്റ്. വെറുതെ പറയുന്നത്, വർഷങ്ങളായിട്ട് എഴുതുന്ന ആൾക്കാർ ഒരു 100 ടെസ്റ്റ്, പക്ഷെ 100 ടെസ്റ്റ് ചെയ്താൽ പാസ്സാവുന്ന ഉറപ്പാണ്.
കാരണം എങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചാലും നമുക്ക് ആൻസർ കിട്ടും. കാരണം സിലബസിനെ 100 ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ 10,000 ക്വസ്റ്റ്യൻ ആണ്. ഒരു ക്വസ്റ്റ്യനിൽ തന്നെ 4 സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ഒന്ന് ആലോചിച്ചു. ഈ സിലബസിന്റെ എല്ലാ ഏരിയയും എങ്ങനെ വേണമെങ്കിൽ നിങ്ങളോട് ചോദിച്ചാലും നിങ്ങൾക്ക് പറയാൻ പറ്റും. ഇതിൽ നിന്നാണ് കോമൺ സെൻസ് സോൾവ് ചെയ്യാനുള്ള സ്കിൽ ഉണ്ടാവുന്നത്. മനസ്സിലായി? ബേസിക്സ് ക്ലിയർ ആവുന്നിടത്തു നിന്നാണ് നമ്മൾ കോമൺ സെൻസ് സോൾവ് ചെയ്യാൻ വേണ്ടി നമുക്ക് പറ്റുന്നത്. ഈ ടെസ്റ്റുകളിലെല്ലാം പുതിയ പാറ്റേണിലുള്ള ടെസ്റ്റുകളിൽ എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ട്സും കോമൺ സെൻസിൽ സോൾവ് ചെയ്യാൻ പറ്റുന്ന എലമെന്റ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് റിഗറസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് ഈസിയാണ്. അത് അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കും, എല്ലാ ദിവസവും ഒരു ടെസ്റ്റ് ചെയ്തിട്ട് ബാക്കിയുള്ള സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പാറ്റേണിൽ റിവിഷൻ ചെയ്യാണ്. കുറച്ച് സമയം കൊണ്ട് തന്നെ ടോപ്പ് ടു ബോട്ടം കണ്ടു തീർക്കുകയാണ്. പാടുള്ളത് മാറ്റി വെച്ചിട്ട് വാൾനോട്ട് ആക്കി അത് പിന്നെ ആ നിലയ്ക്കാണ് കാണുന്നത്. അപ്പോൾ ടോപ്പ് ടു ബോട്ടം പിന്നെ ജോഗ്രഫിക്ക് ആനിമേഷനിൽ പൊളിറ്റി ആണെങ്കിൽ നിങ്ങൾ വിൻഡോസ് സാറോട് പറയുകയാണ്, സാർ ഇതിൽ ഈ ആഴ്ച ടെസ്റ്റിന് ഒരു സിലബസ് തന്നിട്ടുണ്ടാവും ഇത്രയും ഏരിയ, ഇതിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ടോപ്പിക് ഏതൊക്കെയാണ് നിർബന്ധമായിട്ടും പഠിച്ചിരിക്കുന്ന ടോപ്പിക്. അപ്പോൾ വിൻഡോസ് സാർ പറയും ഓക്കെ ഇന്ന ഇന്ന ടോപ്പിക്സ് ആണ് പഠിക്കേണ്ടത്, അതിൽ ഇന്ന റിസോഴ്സ് നിങ്ങൾ നോക്കിയാൽ മതി എന്ന് പറയണം. ആ സംഭവം നല്ല പോലെ റിവൈസ് ചെയ്തിരിക്കുക. ഈ ഒരാഴ്ചയും കൊണ്ട് ആ അന്ന് പൊളിറ്റിയുടെ ടെസ്റ്റ് കഴിഞ്ഞിട്ട് ഈ കണ്ട സാധനം തന്നെ പിന്നെയും ഇതിൽ കാണാം. നിങ്ങൾ പൊളിറ്റിക്ക് നിങ്ങൾ പഠിക്കുന്ന ബേസിക് മെറ്റീരിയൽ അല്ലാതെ ഒരു ക്വസ്റ്റ്യൻ പൊളിറ്റിക്ക് പ്രിലിംസിന് വരത്തില്ല. മനസ്സിലായി? ജോഗ്രഫി നിങ്ങൾ ഈ കാണുന്ന ആനിമേഷൻ നിങ്ങൾ ഈ കാണുന്ന കോൺസെപ്റ്റ്സ് അല്ലാതെ വേറെ ക്വസ്റ്റ്യൻ വരത്തില്ല. പിന്നെ വരുന്നത് ഈ മാപ്പിംഗ് ആണ്, ഈ പറയുന്ന മാപ്പ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതൊക്കെ നമുക്ക് യൂട്യൂബ് വീഡിയോസിൽ നിന്നും അല്ലാതെ നമുക്ക് കിട്ടും. അപ്പോൾ ഈ നിലയിൽ ഓരോ സബ്ജക്ട്, ഇപ്പോൾ സയൻസ് ആൻഡ് ടെക്നോളജി ഞാൻ പഠിപ്പിക്കുന്ന സ്ലൈഡ് അല്ലാതെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വരത്തില്ല. പ്ലസ് കറണ്ട് അഫെയർ നമ്മൾ പഠിക്കും, അതിന്റെ അപ്പുറത്തൊരു ക്വസ്റ്റ്യൻ വരത്തില്ല. അപ്പോൾ എല്ലാ സബ്ജക്റ്റിന്റെയും ഫാക്കൽറ്റിയുമായിട്ട് ഒരു ടച്ചിൽ ഉണ്ടായിട്ട് ഏറ്റവും സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഏരിയയെ കുറിച്ച് ഒരു ഐഡിയ ഉണ്ടാക്കാം. അത് ക്യാൻസൽ ആയിട്ടുണ്ടാവും. അപ്പോൾ എന്തായാലും ആ നിലയിൽ ഒരു ഐഡിയ ഉണ്ടാക്കുക. അപ്പോൾ ഇങ്ങനെ നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പർട്ടിക്കുലർ ഒരു ഫെബ്രുവരി പകുതി ആകുമ്പോഴത്തേക്കും, ഫെബ്രുവരി ലാസ്റ്റ് ആകുമ്പോഴത്തേക്കും നമ്മുടെ സിലബസ് തീർന്നിട്ടുണ്ടാവും. ഇത്രയും തവണ ഈ സാധനം കണ്ട് പോകുന്നത് കൊണ്ട് നമ്മൾ മെയിൻസിനും റെഡി ആയിട്ടുണ്ടായിരിക്കും. ഇപ്പൊ ഇക്കൊല്ലം IFS വന്നിട്ടുള്ള ഒരു ചോദ്യമാണ്, വാട്ട് ആർ ദ പൊളിറ്റിക്കൽ ആൻഡ് കൾച്ചറൽ സിഗ്നിഫിക്കൻസ് ഓഫ് ഹർഷവർദ്ധനാസ് റൂൾ. ഓക്കെ, ഞാൻ പറയുന്നു ഒരു 10-15 വട്ടം ഈ ഏൻഷ്യന്റിന്റെ ഒക്കെ ഞാൻ ഈ പറഞ്ഞ നിലയിൽ പെട്ടെന്ന് വായിച്ചു തീർക്കാൻ പറ്റുന്ന ഷോർട്ട് നോട്ട് മാത്രം ഫോളോ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് ഈ ക്വസ്റ്റ്യൻ ഭയങ്കര സിമ്പിൾ ആണ്. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹർഷവർദ്ധനെ സംബന്ധിച്ച് നമ്മൾ എപ്പോഴും പഠിക്കുന്ന സാധനം ഹ്യൂൻ സാങ് ഹർഷവർദ്ധനയുടെ ഇതിൽ കോർട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. ബുദ്ധിസത്തിന് കുറെ സംഭാവനകൾ നമ്മൾ കൊടുത്തു. പുള്ളിക്കാരൻ തന്നെ കുറെ പ്രിയദർശിക, രത്നാവതി, നാഗനന്ദ പറഞ്ഞ കുറെ ബുക്സ് എഴുതിയിട്ടുണ്ടായിരുന്നു. പുള്ളിയുടെ കോർട്ടിലും കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. ഇത് പലതവണ നമ്മൾ കണ്ട് മടുത്ത് കിടക്കുന്ന അത്രയും തവണ നമ്മൾ കണ്ട സാധനമാണ്. പിന്നെ അത് പുള്ളിയുടെ കൾച്ചറൽ സിഗ്നിഫിക്കൻസ്, ഹിസ്റ്റോറിക്കൽ അല്ലെങ്കിൽ പറയുന്ന പൊളിറ്റിക്കൽ സിഗ്നിഫിക്കൻസ് എന്നാണ്. ഹർഷവർദ്ധനായിരുന്നു ഏൻഷ്യൻ ഇന്ത്യയിലെ ലാസ്റ്റ് ബിഗ്ഗസ്റ്റ് റൂളർ. നോർത്ത് ഇന്ത്യയിലെ കംപ്ലീറ്റ് ഏരിയയും പുള്ളിയുടെ കീഴിൽ വന്ന് അങ്ങനെ അടക്കി ഭരിച്ച ലാസ്റ്റ് റൂളർ ഏൻഷ്യൻ ഇന്ത്യയിലെ അദ്ദേഹമായിരുന്നു. ചാലുക്യൻ റൂളർ ആയിട്ടുള്ള പുളകേശനുമായിട്ട് കണ്ടിന്യൂസ്ലി ഫൈറ്റിലായിരുന്നു. ഈ പുളകേശൻ കാരണമാണ് ഇദ്ദേഹത്തിന് നർമ്മദ ക്രോസ് ചെയ്ത് സൗത്ത് ഇന്ത്യയിലേക്ക് വരാൻ പറ്റാതിരുന്നത്. ഇതൊക്കെ പൊളിറ്റിക്കൽ സിഗ്നിഫിക്കൻസ് ആണ് ഹർഷവർദ്ധന റൂൾ. ഇതേ റിസോഴ്സിൽ നിന്ന് ഒരു 10-15 വട്ടം വായിച്ച ഒരാളെ സംബന്ധിച്ച് ഇത് മനസ്സിലുണ്ടാവും. ഇതങ്ങ് എഴുതി വെച്ചാൽ മെയിൻസിന്. അപ്പോൾ പ്രിലിംസിന് എത്ര തവണ നിങ്ങൾ റിവൈസ് ചെയ്യുന്നോ നിങ്ങൾക്ക് മെയിൻസിന് അടിപൊളി മാർക്ക് കിട്ടും. മനസ്സിലായി? ആരും ഇത്രയും നമ്പർ ഓഫ് റിവിഷൻ ചെയ്യാത്തത് കൊണ്ടാണ് ഈ മെയിൻസിന് മാർക്ക് കുറയുന്നത്. മെയിൻസിന് അതുകൊണ്ട് പോയി ചുമ്മാ കുറെ തള്ളി അങ്ങ് വെക്കേണ്ടി വരും. ഇതിൽ തന്നെ പോയിന്റ്സ് ചുമ്മാ അനാവശ്യ പോയിന്റ്സ് ഒന്നും ഉണ്ടാക്കാതെ വെറുതെ പേപ്പർ നിറച്ചു വെച്ചിട്ട് ഒരു ആൾക്കാർ. അതുകൊണ്ട് എല്ലാവരും പേപ്പർ അതുപോലെ ആയതുകൊണ്ട് എല്ലാവർക്കും ഒരു ആവറേജ് മാർക്ക് കിട്ടും. പക്ഷെ ഇതിൽ ഞാൻ ഈ പറഞ്ഞ പോലെ പ്രിലിംസിന് ഇത്രയും തവണ റിവിഷൻ ചെയ്ത ഒരാളുടെ പോയിന്റിൽ ഈ ഹർഷവർദ്ധന എഴുതിയ ബുക്കും അല്ലെങ്കിൽ പുളകേശൻ എന്ന് പറയുന്ന ഒരാളുടെ പേരും നർമ്മദ ക്രോസ് ചെയ്യാൻ പറ്റാത്തതിന്റെ കാരണം ഇതെല്ലാം ഉണ്ടാവും. ഇത്രയും തവണ ആ സാധനമാണ് വായിച്ചത്, ഒരേ സാധനം തന്നെയാണ് വായിച്ചത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ മെയിൻസിന് നല്ല മാർക്ക് കിട്ടും. മെയിൻസിന് നിങ്ങൾക്ക് നല്ല മാർക്ക് ഉണ്ടെങ്കിൽ ഇന്റർവ്യൂ ഇച്ചിരി മാർക്ക് കുറഞ്ഞാലും നിങ്ങൾക്ക് റാങ്ക് കിട്ടും. അപ്പോൾ ഈ നിലയിൽ വേണം പഠിക്കാനായിട്ട്. അപ്പോൾ ഇങ്ങനെ പഠിച്ചാൽ സാധനം എളുപ്പമാണ്. ഒരൊറ്റ പർട്ടിക്കുലർ റിസോഴ്സ് ഫോളോ ചെയ്യുക, ഇത് തന്നെ മൾട്ടിപ്പിൾ ടൈംസ് റിവൈഷൻ ചെയ്യുക. എല്ലാ ദിവസവും ഒരു ടെസ്റ്റിൽ സ്റ്റാർട്ട് ചെയ്യുക. ആ ടെസ്റ്റ് അതിന്റെ സൊല്യൂഷൻ വായിക്കാൻ വെറും 1 മണിക്കൂർ മാത്രം എടുക്കുക. പിന്നീട് ഫോഴ്സ്ഫുള്ളി 1 മണിക്കൂറിൽ കൂടെ 1 സെക്കൻഡ് പോലും എടുക്കരുത്. നമുക്ക് ഉറപ്പാണ് നമ്മൾ തിരിച്ചു വരും. ഇപ്പൊ ഞാൻ പറഞ്ഞ സ്ട്രാറ്റജി വർക്കബിൾ അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കും. ഫെബ്രുവരി ആകുമ്പോൾ എല്ലാ ദിവസവും ടെസ്റ്റ് ചെയ്യുന്ന ഒരാൾ 58 ടെസ്റ്റ് ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ കണ്ണാടി നോക്കി പറയാം, നോർമലി ഒരാൾ 33-34 ടെസ്റ്റ് ചെയ്തിട്ടാണ് പോകുന്നത്. നിങ്ങൾ ഫെബ്രുവരി അവസാനം ആയപ്പോൾ തന്നെ 50-60 ടെസ്റ്റ് ആയി കഴിഞ്ഞു, 58 ടെസ്റ്റ് ആയി കഴിഞ്ഞു, അല്ലെ 50 ടെസ്റ്റ് ആയി കഴിഞ്ഞു. അപ്പോൾ ഇപ്പൊ തന്നെ നിങ്ങൾ പ്രിലിംസ് റെഡിയാണ്. ഇനിയും 2-3 മാസം കിടക്കും. മെയ് നമ്മൾ തൊട്ടിട്ടില്ല, മെയ് നമ്മൾ ഷെഡ്യൂളിൽ പോലും ഉൾപ്പെടുത്തിയിട്ടില്ല. പക്ഷെ മെയ് അവിടെ ഉണ്ട്. മെയ് ലാസ്റ്റാണ് പ്രിലിംസ്. മാർച്ച് ഏപ്രിൽ മെയ് അപ്പോഴും കിടക്കുകയാണ്. ഈ സമയം കൊണ്ട് പിന്നെ ഒരു 50 ടെസ്റ്റോ എത്ര ടെസ്റ്റ് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ നിലയിൽ എല്ലാ ദിവസവും രാവിലെ
രാവിലെ തന്നെ ടെസ്റ്റ് ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് രാവിലെ നിങ്ങൾ ഓപ്ഷനിലാണ് പഠിക്കുന്നത്, ഉച്ചയ്ക്ക് ഉറക്കം വരുന്ന ഒരു അൺപ്രൊഡക്റ്റീവ് ആയിട്ടുള്ള സമയത്ത് ടെസ്റ്റ് ചെയ്യും. പിന്നെ ടെസ്റ്റ് ചെയ്ത ശേഷം ആ വർഷം മെയിൻസിന് ഇപ്പൊ നിങ്ങൾ പൊളിറ്റിയുടെ ടെസ്റ്റ് ആണ് ചെയ്തതെങ്കിൽ ഈ വർഷം പൊളിറ്റിക്ക് ചോദിച്ചിട്ടുള്ളതിൽ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യം എടുക്കുക. മെയിൻസിന്റെ GS പേപ്പറിൽ ആ ചോദ്യം ഒന്ന് എഴുതി വെക്കുക. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങൾ ഓൾറെഡി ഒരു 100 ക്വസ്റ്റ്യൻ സോൾവ് ചെയ്തിട്ടാണ് ഈ ടെസ്റ്റ് എടുക്കാൻ പോകുന്നത്. 100 ക്വസ്റ്റ്യനിലെ ആ അതേ ടേംസിലെ ഏതെങ്കിലും സാധനമായിരിക്കും ഈ മെയിൻസിന് ചോദിച്ചിട്ടുണ്ടാവുക. വല്ല എമർജൻസിനെ കുറിച്ചോ അല്ലെങ്കിൽ വല്ല പ്രസിഡന്റും അല്ലെ ഗവർണറും ചീഫ് മിനിസ്റ്ററും തമ്മിലുള്ള ഫൈറ്റിനെ കുറിച്ചോ ഇല്ല. അപ്പോൾ അറ്റ്ലീസ്റ്റ് ഈ പറയുന്ന ഈ 100 ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടതിലെ ചില വാക്കുകൾ നമുക്ക് ഈ ആൻസറിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. മനസ്സിലായി? ഈ ഹിസ്റ്ററി ആണെങ്കിലും ജോഗ്രഫി ആണെങ്കിലും പൊളിറ്റി ആണെങ്കിലും ഒരു 100 ക്വസ്റ്റ്യൻ കണ്ട് 100 ക്വസ്റ്റ്യനിലും പല ക്വസ്റ്റ്യനിലും 2-3 സ്റ്റേറ്റ്മെന്റും ഒക്കെ കണ്ടിട്ട് അതിലെ ചില ടെർമിനോളജീസ് ഈ ആൻസറിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. ക്വസ്റ്റ്യനെ തന്നെ മോഡിഫൈ ചെയ്ത ഇൻട്രൊഡക്ഷൻ ആയിരിക്കും. കൺക്ലൂഷനും നമുക്ക് സ്വന്തം വേർഡ്സിൽ എഴുതാൻ പറ്റും. ഇതിനിടയ്ക്ക് വരുന്ന കുറച്ച് സ്പേസേ ഉള്ളൂ. അതിൻ്റെ അകത്ത് ഇപ്പോൾ 100 ക്വസ്റ്റ്യൻ കണ്ടതിൽ നിന്നും ചില പോയിന്റ്സ് നമ്മൾ ഈ ആൻസറിലേക്ക് നമുക്ക് കയറ്റിയാൽ മതി. മനസ്സിലായി? അങ്ങനെ വരുമ്പോൾ ആ ആൻസർ കഴിയും. ഇത് എല്ലാ ദിവസവും ചെയ്യാം. ഒരു ആൻസർ ചെയ്താൽ മതി, ഒറ്റ ആൻസർ. ഒരു 3 മണിക്കൂർ 2 മണിക്കൂർ ടെസ്റ്റും 1 മണിക്കൂർ അതിന്റെ സൊല്യൂഷനും കണ്ടിട്ട് ഒരു ആൻസർ, ആ സബ്ജക്റ്റിന്റെ ഒരു ആൻസർ എഴുതുക. നിങ്ങൾക്ക് യു വിൽ ബി ഹാവിങ് വണ്ടേഴ്സ് ഇൻ ലൈഫ്. നമുക്ക് എല്ലാ ദിവസവും ആൻസർ എഴുതാന്ന് പറയുന്നത് ഒരു ഐഡിയൽസ് ആണ്, ആരും ചെയ്യില്ല. മനസ്സിലായത്? അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾ തീരുമാനിക്കുക, ഞാൻ വേറെ ഒന്നും ഇന്ന് പഠിച്ചില്ലെങ്കിലും വേറെ ഒന്നും ഇന്ന് ചെയ്തില്ലെങ്കിലും ഈ ടെസ്റ്റ് കഴിഞ്ഞിട്ട് ഈ സൊല്യൂഷന്റെ കൂടത്ത് ഒരു ആൻസറും കൂടെ ഞാൻ ചെയ്തു പോകും എന്നുള്ളതാണ് തീരുമാനിക്കുക. നിങ്ങൾ വേറെ ഒന്നും പഠിച്ചില്ലെങ്കിലും ഇത് മാത്രം നിങ്ങൾ ചെയ്താലും നിങ്ങൾ മെയിൻസ് പാസ്സാകും. മെയിൻസിനെ സംഭവം വെച്ചാൽ എഴുതാനുള്ള ഒരു ഫ്ലോ ഉണ്ടാവുക എന്നുള്ളതാണ്. എല്ലാ ദിവസവും ഈ പറയുന്ന രീതിയിൽ ചെയ്യുന്ന ആൾക്ക് മെയിൻസ് പാസ്സാകാതിരിക്കാൻ പറ്റത്തില്ല, പാസ്സാവും. മനസ്സിലായി? ഇത്രയും സാധനം പ്രിലിംസിനും മെയിൻസിനും കൊടുത്താൽ മതി. ബാക്കി സംഭവത്തിന് നിങ്ങൾക്ക് ഒരു ദിവസം അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു 3 ദിവസം ഓപ്ഷണൽ കൊടുത്താൽ മതി. എല്ലാ ദിവസവും ഓപ്ഷണൽ നോക്കണമെന്നൊന്നുമില്ല. ആഴ്ചയിൽ ഒരു 3 ദിവസം കൊടുത്താൽ മതി ഓപ്ഷണൽ. ഓരോ 3 ദിവസവും മേ ബി ഒരു 2 മണിക്കൂറോ 3 മണിക്കൂറോ, അല്ലെങ്കിൽ നിങ്ങൾ എല്ലാ ദിവസവും നോക്കുന്ന ആളാണെങ്കിൽ ഒരു 2 മണിക്കൂർ, ഇത്രയും കൊടുത്താൽ മതി. അതുകൊണ്ട് പിന്നെ ഓപ്ഷനുകളുടെ കാര്യം, എല്ലാ സിലബസ് കീവേഡും എല്ലാ സിലബസ് കീവേഡിനെ കുറിച്ചും ഒരു 10 പോയിന്റ് എഴുതാൻ അറിഞ്ഞിട്ടുണ്ടായാണ് ഓപ്ഷണൽ. ലാസ്റ്റ് നമ്മൾ അതേ ഹെൽപ്പ് ചെയ്യുള്ളൂ. നമ്മൾ കുറെ വാരി വലിച്ചൊന്നും പഠിക്കുന്നൊന്നും ഓർമ്മയിലുണ്ടാവില്ല. ഈ പ്രിലിംസിന്റെയും മെയിൻസിന്റെയും കാര്യം പറഞ്ഞുകൊണ്ടാണ് കുറച്ച് ഒരു ഷോർട്ട് നോട്ട് പരുവത്തിൽ ഒരു നോട്ട് സംഘടിപ്പിക്കുക. അത് സൈറ്റുകളിൽ നിന്നാവാം, നമ്മൾ സ്വന്തം ഉണ്ടാക്കിയ നോട്ടാവാം, എങ്ങനെയോ ആവാം. അത് പല പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് ലാസ്റ്റത്തെ സമയങ്ങളിൽ ഇത് മാത്രമേ നമ്മളുടെ കയ്യിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യാനുണ്ടാവും. അപ്പൊ ഇതാണ്, ഈ രീതിയിലുള്ള സ്ട്രാറ്റജികളാണ് നമ്മൾ ഈ മെന്റർഷിപ്പ് പ്രോഗ്രാമിൽ ഉദ്ദേശിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് എപ്പോൾ എന്ത് സബ്ജക്റ്റിന്റെ ആവശ്യമുണ്ടെങ്കിലും ഏത് കോൺസെപ്റ്റ് ക്ലിയർ ആവുന്നുണ്ടെങ്കിലും ഫാക്കൽറ്റീസിന്റെ അടുത്ത് വന്നിട്ട് ഇതേപോലുള്ള എന്തെങ്കിലും ഒരു സ്ട്രാറ്റജികൾ ചോദിക്കുക. സ്ട്രാറ്റജിയുടെ വിജയമാണ് സിവിൽ സർവീസ് എന്ന് പറയാറുണ്ട് എപ്പോഴും. അതല്ലാതെ മുഴുവൻ സമയം ഇൻസിയാറ്റീവ് വായിച്ചാൽ സിവിൽ സർവീസ് പാസ്സാകും. അത് വായിക്കുന്ന പ്രാക്ടിക്കലും അല്ല. അങ്ങനെ ഒരു പഠിത്തം നമുക്ക് ബോറടിക്കും. ഇങ്ങനെയാണ് പഠിത്തം ബോറടിക്കുന്നത്. മനസ്സിലായില്ല? അപ്പോൾ പെട്ടെന്ന് സാധനം തീർന്നാൽ അത്രയും സുഖമാണ് പഠിക്കാൻ. അപ്പോൾ ആ നിലയിൽ ചെയ്യാം. അപ്പോൾ ഈ ടെസ്റ്റിന്റെ സംഭവം 30 ക്വസ്റ്റ്യൻ ശരിയാണെങ്കിൽ അത് മതി. ഇത് ഞാൻ പറഞ്ഞു, ഇതിൽ നിന്ന് ഒരു ടെസ്റ്റ് നിങ്ങൾ 100 ടെസ്റ്റ് ചെയ്ത് പോയാലും ആ ടെസ്റ്റിലെ ക്വസ്റ്റ്യൻ അങ്ങനെ അല്ലല്ലോ ഡയറക്റ്റ്ലി വരുന്നത്. ഈ 100 ടെസ്റ്റ് ഇതിലെ നമ്മൾ ആ ചെയ്ത ക്വസ്റ്റ്യൻ സ്റ്റേറ്റ്മെന്റ് കണ്ട പരിചയവും നമ്മൾ ആ ശരിയാണോ തെറ്റാണോ നോക്കുമ്പോൾ അതിന്റെ ആൻസർ അതാണ് നമ്മൾ കാണുന്നുണ്ട്. സൊല്യൂഷൻ നമ്മളെല്ലാം വായിക്കുന്നില്ല. ഞാൻ പറഞ്ഞു ഫസ്റ്റ് റൗണ്ട് അല്ല, ഒരു ടെസ്റ്റ് ചെയ്യുമ്പോൾ ഇന്നത്തെ ദിവസം 1 മണിക്കൂറും കൊണ്ട് എന്തൊക്കെ കാണാൻ പറ്റും അത് നമ്മൾ കാണുന്നുള്ളൂ. പിന്നെ രണ്ടാമത്തെ 3ാമത്തെ റൗണ്ടിൽ തിരിച്ചു വരാം. 50 ടെസ്റ്റ് 100 ടെസ്റ്റ് കഴിയുമ്പോൾ നമുക്ക് തിരിച്ചു വരാം. അപ്പോഴേ നമ്മൾ ബാക്കി കാണുന്നുള്ളൂ. പക്ഷെ അപ്പോഴും നമ്മളിപ്പോൾ വിടുന്ന സാധനങ്ങളൊക്കെ വേറെ ടെസ്റ്റിലായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും. ബാക്കി ടെസ്റ്റുകൾക്ക് 1 മണിക്കൂർ കൊടുക്കുന്നതിന്റെ അത് ഇപ്പോൾ വിട്ടത് അവിടെ കാണുന്നുണ്ടായിരിക്കും. അവിടെ നമ്മളൊന്നും വിടുന്നൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ ഈ ഇത്രയും നമ്പർ ഓഫ് ടെസ്റ്റ് ചെയ്തതിന്റെ പച്ചയിലാണ് നമുക്ക് ആ പ്രിലിംസ് ക്ലിയർ ആയി പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് മോക്ക് ടെസ്റ്റിന്റെ മാർക്ക് ഒരിക്കലും ഒരു ക്രൈറ്റീരിയ ഇല്ല. ഞാൻ എന്റെ പേഴ്സണൽ അനുഭവം തന്നെ പറയാം. ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് ഈ പ്രിലിംസ് ഒക്കെ പാസ്സായിക്കൊണ്ടിരുന്നത്. അപ്പോൾ എന്റെ ഫസ്റ്റ് പ്രിലിംസ് ഒക്കെ ക്ലിയർ ആവുന്നതിന് മുമ്പ് നമ്മൾ അറ്റംപ്റ്റ് ഒക്കെ തുടങ്ങുന്നത് നമ്മുടെ പ്രശ്നം, നമ്മളുടെ പിയർ ഗ്രൂപ്പിലുള്ള ആൾക്കാർ ഫുൾ ടൈം ആസ്പിറൻസ് ആണ്. നമ്മൾ രാവിലെ 9 മണിക്ക് പോയി വൈകുന്നേരം 6 മണിക്ക് വന്നിട്ട് ജോലി കഴിഞ്ഞാൽ പിന്നെയുള്ള സമയത്താണ് പഠിക്കുന്നത്. അപ്പോൾ എന്റെ മെയിൻ പ്രശ്നം ഇവരൊക്കെ ഫുൾ ടൈം ഇരുന്ന് പഠിച്ചിട്ട് ടെസ്റ്റിന് നല്ല മാർക്കുണ്ട്. എനിക്ക് മോക്ക് ടെസ്റ്റിന് അത്രയും മാർക്കില്ല. നമ്മൾ അറ്റംപ്റ്റ് ഒക്കെ തുടങ്ങുന്നുള്ളൂ. അപ്പോൾ നമുക്ക് അത്രയും മാർക്കില്ല. അപ്പോൾ നമുക്ക് ഇനീഷ്യലി ഒരു കൺസേൺ ഉണ്ടായിരുന്നു, ഇവർക്ക് നല്ല മാർക്ക് കിട്ടും. പക്ഷെ ആ സമയത്തൊക്കെ ഞാൻ തന്നെ ക്ലിയർ ആയിട്ടില്ല, ഇവരൊന്നും ക്ലിയർ ആയിട്ടില്ല. അതിന്റെ കാരണം ഞാൻ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനത്തെ സ്ട്രാറ്റജിയാണ് ഉപയോഗിച്ചത്. ഇവരെന്താ സംഭവിച്ചാൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ടെക്സ്റ്റ് ഇങ്ങനെ ഇരുന്ന് വായിച്ച് ആ സൊല്യൂഷനും എല്ലാം ഇങ്ങനെ വായിച്ച് ഇരിക്കുകയാണ്. പക്ഷെ ഇതൊന്നും എക്സാമിന് വരുന്നുണ്ടായിരുന്നില്ല. അപ്പൊ നമ്മൾ കുറച്ച് സാധനം മാത്രം, ഏറ്റവും സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള സാധനം, പിന്നെ ഞാൻ ടെസ്റ്റിന്റെ എണ്ണം കൂട്ടി. ഇവര് ഒരു ടെസ്റ്റ് ചെയ്ത് 100 സൊല്യൂഷൻ കാണും. അവർക്കപ്പം പിന്നെ അന്നത്തെ ദിവസം വേറെ ഒന്നും പഠിക്കാൻ പറ്റാത്തതുകൊണ്ട് അവര്
അടുത്ത ദിവസം ടെസ്റ്റ് ചെയ്യാതെ പിന്നെ സബ്ജക്റ്റ് ഇരുന്ന് വാങ്ങിക്കും. അപ്പോൾ ഒരു ദിവസം ടെസ്റ്റ് മുടങ്ങി. ഞാൻ എല്ലാ ദിവസവും ടെസ്റ്റ് ചെയ്തിട്ട് ഒരു ദിവസം 1 മണിക്കൂർ മാത്രം സൊല്യൂഷൻ കൊടുത്തിട്ട് ഇത് പിന്നെ സൊല്യൂഷനിലേക്ക് വരാം എന്ന് വിചാരിച്ച് ഇവരെക്കാളും കൂടുതൽ ടെസ്റ്റ് ഞാൻ ചെയ്യും. ഈ പറഞ്ഞ സൊല്യൂഷനൊക്കെ എനിക്ക് സെക്കൻഡ് റൗണ്ടിൽ വന്ന് റിവിഷൻ ചെയ്യാനും പറ്റും. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇത്രയും നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് കണ്ടത് എല്ലാ സബ്ജക്റ്റിന്റെ എല്ലാ ആംഗിളും പല ആംഗിളിൽ നിന്ന് പല ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് കണ്ടത് വെച്ചിട്ട് എനിക്ക് പ്രിലിംസ് എളുപ്പമായിരുന്നു. അപ്പൊ ഈ സ്ട്രാറ്റജിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, മനസ്സിലായി? അപ്പൊ ഇങ്ങനെ പോട്ടെ. അപ്പോൾ എന്താണ് മോക്ക് ടെസ്റ്റ് കണ്ടിന്യൂസ്ലി ചെയ്യുക. മാർക്ക് എന്ന് പറയുന്ന സാധനം ഇവിടെ ഇവിടെ നല്ല ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണെങ്കിലും എല്ലാ ടെസ്റ്റിനും 100 മാർക്കിന് മേളിൽ മേടിക്കുന്നവർ പ്രിലിംസ് ക്ലിയർ ആവണമെന്നില്ല. എന്നാൽ ഈ പറയുന്ന 50-ന് താഴെ സ്ഥിരമായിട്ട് മാർക്ക് കിട്ടുന്ന ആൾക്കാർ തോൽക്കണമെന്നില്ല. നമ്പർ ഓഫ് ടെസ്റ്റ് കൂടുതൽ ചെയ്ത് ഞാൻ ഈ പറഞ്ഞ നിലയിലെ സബ്ജക്ട് പെട്ടെന്ന് റിവിഷൻ ചെയ്ത് തീർക്കുന്ന സ്ട്രാറ്റജി ഉപയോഗിച്ച് ടെസ്റ്റിന്റെ എണ്ണം എല്ലാ ദിവസവും ടെസ്റ്റ് ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കി അങ്ങനെ പോയാൽ ഓരോ ടെസ്റ്റ് കഴിഞ്ഞും ഒരു ആൻസർ വീതം മെയിൻസും എഴുതി പോയാൽ സുഖമായിട്ട് ഈ 3 ലെവലും ക്ലിയർ ആവും.